ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എന്തായിരുന്നു മാർക്കറ്റിൽ ഇന്ന് കാളകൾ തകർത്താടുകയായിരുന്നു അല്ലേ, കളം നിറഞ്ഞാടുകയായിരുന്നു. ഞാനിന്ന് ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ കൂടെ കരടികൾ അങ്ങോട്ടടിക്കുന്നു, കാളകൾ തിരിച്ചടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫുട്ബോൾ കളിയാണ്. ഇതിനിടയിൽ കിടന്ന് വലഞ്ഞത് നമ്മളെപ്പോലുള്ള പാവം റീറ്റെയിലേഴ്സാണ്. എന്ത് സംഭവിച്ചേ? നമ്മളാണ് ശരിക്കും പസായിച്ചത് അല്ലേ. പുട്ടിൻ്റെ സൈഡിൽ നിൽക്കാൻ പറ്റുമോ അതോ കോളിൻ്റെ സൈഡിൽ നിൽക്കാൻ പറ്റുമോ? എങ്ങും പറ്റാത്തൊരവസ്ഥയായിരുന്നു റീറ്റെയിലേഴ്സിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ അവസ്ഥയും വളരെ ഭീകരമായിരുന്നായിരിക്കണം. അതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ വൈകുന്നേരം യൂട്യൂബിൻ്റെ ഓരോ ചാനലിടുന്നതിന് മനസ്സിലാകത്തുള്ളൂ ഓപ്ഷൻ സെല്ലേഴ്സിന് എന്തുമാത്രം നഷ്ടങ്ങളൊക്കെ വന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ 2 പ്രൈസ് ആക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ രണ്ടും വിശദീകരിക്കാം. എന്തായാലും ആദ്യം നമുക്ക് മിഡ് ക്യാപ്പിലോട്ട് വരാം. മിഡ് ക്യാപ്പ് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. 100 പോയിൻ്റ് ഗ്യാപ്പപ്പിലാണ് മിഡ് ക്യാപ്പ് ഓപ്പൺ ആയത്. അതിനുശേഷം ഒരു കാര്യമില്ലാതെ ആ 100 പോയിൻറ്റിനേക്കാൾ കൂടുതൽ ഏകദേശം 120 പോയിൻറ്റോളം നേരെ മാർക്കറ്റ് മിഡ് ക്യാപ്പ് താഴെ വന്നു. എന്തിനാണ് ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതെന്നും ആർക്കും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ഒരു ഓപ്പറേറ്റർ പ്ലേ ആയിരിക്കണം. അവിടെ നേരെ വൺ സൈഡ് റാലി താഴോട്ട് വന്നു. നമ്മൾ വരച്ച ലൈൻ സപ്പോർട്ട് എടുത്തതിന് ശേഷം നേരെ തിരിച്ചു പോയി കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് താഴെ വന്നു, വീണ്ടും തിരിച്ച് മുകളിൽ പോയി അവിടെ നമ്മൾ വരച്ച ലൈനിൽ ക്ലോസ് ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ വരച്ച അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ആ സപ്പോർട്ട് ലെവലുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ആരെങ്കിലും എടുത്തിത് ഈ ലെവലുകൾ നോക്കി ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ന്യായമായ പ്രോഫിറ്റ് കിട്ടിക്കാണും. അപ്പം ഇന്നത്തെ മാർക്കറ്റിൽ ഇനിയിപ്പം അടുത്തൊരു ഫർദർ മൂവ് നമുക്ക് പറയാനുള്ളത്, വര മാറ്റാനില്ല. ഇത് കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ട് തന്നെ വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് തന്നെ, ഒരു മാറ്റവും ഇല്ല. ഈ സാധനം ഇത് തന്നെ, നാളെ ഇത് തന്നെ സംഭവം. കൂടുതൽ പറയാനൊന്നുമില്ല. ഇത് തന്നെ, മേലോട്ട് അത് തന്നെ, താഴോട്ടും ഇത് തന്നെ. ഇതിനകത്ത് നോ ട്രേഡിങ് സോണാണ്. ഇച്ചിരി കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് നീങ്ങും. ഇതിനകം നോ ട്രേഡിങ് സോണാണ് ഇതിനകം. ഓക്കെ, വേറെ പ്രത്യേകിച്ച് മിഡ് ക്യാപ്പിനെ പറ്റി പറയാനൊന്നുമില്ല. വരച്ച ലൈനുകൾക്കൊന്നും യാതൊരു മാറ്റവും. അപ്പോൾ നമുക്ക് ഇനിയും വരേണ്ടത് നിഫ്റ്റിയിലോട്ടാണ്. നിഫ്റ്റിയിലാണ് നമുക്ക് പ്രധാനമായിട്ടും കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. അപ്പോൾ നിഫ്റ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരു ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കാം എന്തുമാത്രം നമുക്ക് ഈ നിഫ്റ്റി ട്രാവൽ ചെയ്യുന്നുള്ള കാര്യം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിഫ്റ്റി എത്രയാണ്? 550 പോയിൻ്റ്. നോക്കിക്കേ, 550 പോയിൻറ്റിൻ്റെ സ്വിങ് ആണ്. അല്ലെങ്കിൽ സ്വിങ് അല്ല, വൺ സൈഡ് റാലി. 550 പോയിൻറ്റിൻ്റെ ഒരു റാലിയാണ് ഇന്ന് താഴെ ബോട്ടത്തിൽ നിന്ന് ഏറ്റവും താഴേന്ന് വന്നത്. സ്വിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഏകദേശം ഒരു 150 പോയിൻറ്റ് താഴോട്ട് വീണിട്ടാണ് 550 പോയിൻറ്റ് വരും. അപ്പം ടോട്ടൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 700 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റാണ് ഇന്ന് നിഫ്റ്റി നടത്തിയത്. മനസ്സിലായോ? 700 പോയിൻറ്റിൻ്റെ മൂവ്. ഇതിനകത്തിലൊക്കെ പെട്ടുപോകുന്ന ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിരിക്കും. ഓക്കെ, അപ്പം അവർക്ക് എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം ഇനിയിപ്പോൾ നമ്മുടെ ഓഹരി വിപണി ഗ്രൂപ്പിലൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ കറക്റ്റ് കാര്യം മനസ്സിലാവും. അപ്പം ഇതാണ് ഇന്ന് സംഭവിച്ചത്. അപ്പം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ പ്രൈസ് ആക്ഷനാണ് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിനകത്തിൽ ഇന്ന് ന്യായത്തിൻ്റെ പ്രസക്തി നമുക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. എന്താണ് ന്യായത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തു. അതും ഇന്നും ഒരു 10-80 പോയിൻറ്റിന് ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. നമുക്കൊരു പിയുടെ വ്യൂ ആയിരുന്നു. ആ പിയുടെ വ്യൂ നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്തു. മാർക്കറ്റ് ഇവിടം വരെ വന്നു ഇല്ലേ. ഇവിടം വരെ വന്ന് ഇവിടുന്ന് വീണ് ഫോള് കിട്ടി. നമുക്ക് നല്ലൊരു ഫോള് കിട്ടി. നമ്മൾ നല്ലപോലെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. ഏകദേശം ഞാൻ എനിക്കൊന്ന് 24,500 പി ഞാൻ ഏകദേശം 127 രൂപയ്ക്ക് എടുത്ത സാധനം ഞാൻ വിറ്റത് 280 രൂപയ്ക്കാണ് വിറ്റത്. 280 രൂപയ്ക്ക്. അപ്പോൾ അത്രയ്ക്കൊരു ഫോൾ എനിക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ന്യായത്തിൻ്റെ പ്രസക്തി ശരിക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ന്യായത്തിന് പ്രസക്തി, അതായത് മാർക്കറ്റ് ഇവിടുന്ന് പെതുക്കെ വന്നു. നമുക്ക് പി വ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യേകം ഗ്രൂപ്പിനകത്ത് പറഞ്ഞിരുന്നു, ഇന്നലെയും പറഞ്ഞിരുന്നു. ഇത് നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മാത്രമേ, ഇവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈൻ വെച്ചിരുന്ന് വലുതാക്കാം.
ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കറക്റ്റ്, ഞാൻ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വന്നു, ഇത് ബ്രേക്ക് ചെയ്തു, ഇതിനകത്ത് കയറി ഇല്ലേ, നമ്മുടെ എന്നിട്ട് നോ ട്രേഡിംഗ് സോൺ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു 417 ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾ ഒരു കാരണവശാലും താഴോട്ടൊരു ട്രേഡ് എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതിനുശേഷം 417 ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ട്രേഡ് എടുത്ത് കാണും. ട്രേഡ് എടുത്തു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ആ ട്രേഡ് പറഞ്ഞത്? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതും ഞാൻ ഇന്നലെ പറഞ്ഞ പ്രൈസ് ആക്ഷൻ പോലെ തന്നെ ഇതാ ഇവിടുത്തെ ഈ പ്രൈസ് ആക്ഷൻ പോലെ തന്നെ ഒരു മിനിറ്റ് ഞാൻ വരച്ച് കാണിക്കാം. ഈ പ്രൈസ് ആക്ഷൻ പോലെ തന്നെ ഇതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം വന്നു. ഇത് ഒരു മർബോസം ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇവിടെ ആപ്ലിക്കബിളാണ്. എന്താണ്? ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നു ഇല്ലേ, അതിനുശേഷം ഒരു 50% ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടില്ല. ശരിയല്ലേ ഇല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഇവിടെ അതുകൊണ്ട് അനുമാനിക്കേണ്ടത്? നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാം. നമ്മളിവിടെ ഇങ്ങനെ ഒരു ട്രേഡ് എടുത്തു. അതിനുശേഷം നോക്കിക്കേ, ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണെങ്കിലും നിങ്ങൾ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ വോളിയം നോക്കിക്കേ, വളരെ ചെറിയ വോളിയം. നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം മാർക്കറ്റ് എടുക്കുമ്പോൾ. ഇത് നല്ല ഒരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിലാണ് ഇല്ലേ, ഒരു റെഡ് ക്യാൻഡിലാണ്. അതിനുശേഷം ഒരു വോളിയം ക്യാൻഡിൽ, അതിനേക്കാൾ ചെറിയൊരു വോളിയം. പക്ഷേ ഈ ക്യാൻഡിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ ക്യാൻഡിലാണ് ഗ്രീൻ ക്യാൻഡിൽ. പക്ഷേ അതിൻ്റെ വോളിയം നോക്കിക്കേ, വളരെ ചെറിയ വോളിയം. അപ്പം നമുക്ക് ഇത് ഇൻവാലിഡാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് മാത്രമല്ല, ഇത് ഈ ക്യാൻഡിൽ ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിന് 50% ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് കട്ടായി പോകണം. അത് സംഭവിച്ചോടില്ല. അപ്പോൾ നമുക്കിത് കൺഫർമേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇത്രയും കിട്ടിയാൽ ന്യായമായിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. പക്ഷേ എന്താ സംഭവിച്ചത്? ഇവിടെ നോക്കിക്കുക, ആ വോളിയം വളരെ ചെറിയ വോളിയം. ഇവിടെ നോക്കി, ഇതിനെ അപേക്ഷിച്ച് ഇവിടെ ചെറിയ ക്യാൻഡിലാണെങ്കിൽ നല്ല വോളിയം ഉണ്ട്. അടുത്ത ക്യാൻഡിൽ നോക്കിക്കേ, ഈ ഗ്രീൻ ക്യാൻഡിൽ വീണെങ്കിലും അതിന് പറ്റിയ ഒരു അത്രയുമുള്ള വോളിയം ഇല്ല. അപ്പോൾ ഇത് നമ്മളെ പറ്റിക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ ഇത് റീടെസ്റ്റഡ് കണക്കാക്കും. ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് നേരെ റീടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നേരെ താഴോട്ട് വന്ന് നേരെ കറക്റ്റായിട്ട് നമുക്ക് താഴോട്ട് വന്നു ഇല്ലേ? നോക്കിക്കേ. അപ്പം നമ്മൾ ഈ ക്യാൻഡിലുകളുടെ സ്വഭാവം നമ്മൾ നല്ലപോലെ പഠിക്കണം. ക്യാൻഡിലുകളുടെ സ്വഭാവം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ ആശ്രയിക്കേണ്ട, നിങ്ങൾക്ക് സുഖമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീഴുമ്പം നിങ്ങൾക്ക് ഈ ക്യാൻഡിലിൻ്റെ സ്വഭാവം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗ്രീൻ ക്യാൻഡിൽ വീഴുമ്പോൾ നിങ്ങൾ പേടിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ ക്യാൻഡിലിൻ്റെ പൊക്കവും ഈ വോളിയും തമ്മിൽ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലൊക്കെ നമുക്ക് നോക്കുമ്പം നമുക്ക് പിന്നെ ആ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാവും ഇല്ലേ. ഇതൊരു ഫേക്ക് ക്യാൻഡിലാണ്, ഇത് നമ്മൾ പറ്റിക്കാനുള്ള ക്യാൻഡിലാണ്. നമുക്ക് ഈ വോളിയം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, മാർക്കറ്റ് വീഴുന്ന കേട്ടോ, മേളിൽ റിജക്ഷനാണ്. ഇത് 1 2 3 4 ഈ 3 ക്യാൻഡിൽ വന്നപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ വരച്ച് കാണിച്ചായിരുന്നില്ലേ. ഇവിടെ ഒരു 3 ക്യാൻഡിൽ വന്നു. ഇതൊരു റിവേഴ്സ് ട്രെൻഡലിനെ, ഇതിനാണ് 3 ബ്ലാക്ക് ക്രോസ് എന്നൊക്കെ പറയാം. ഞാനീ പറയുന്നതൊക്കെ ചിലപ്പം ടെക്നിക്കലി അത്ര സുഖമല്ലെന്നാണെങ്കിലും അതുപോലത്തെ 3 ബ്ലാക്ക് ക്രോസ് എന്ന് പറഞ്ഞ ഒരു പാറ്റേണാണ് ഇവിടെ രൂപപ്പെട്ടത്. ഓക്കെ, 3 ക്യാൻഡിൽ അടുപ്പിച്ച് താഴോട്ട് വന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല നല്ല റിജക്ഷനാണ് അല്ലേ, നല്ല റിജക്ഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ താഴോട്ട് വരും എന്നുള്ള കാര്യം കൺഫേം ആണ്. പക്ഷേ നമ്മളെ പറ്റിക്കാൻ വേണ്ടി, അല്ലെ റീറ്റെയിലേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണെങ്കിലും നേരെ മാർക്കറ്റ് നേരെ തിരിച്ച് കറക്റ്റായിട്ട് താഴോട്ട് പോകും. ഇവിടെയൊക്കെ മേലോട്ട് പോയെങ്കിലും റിജക്ഷൻ ആയിട്ടില്ല. അപ്പോൾ ഈ റിജക്ഷനായി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വരുന്നു. അങ്ങനെ തന്നെ വന്ന് നമ്മുടെ ലൈനിൽ സപ്പോർട്ടത്തിന് മാർക്കറ്റ് നേരെ തിരിച്ച് വീണ്ടും പോയി നല്ല ഒരു ക്യാപ്ചർ 150 പോയിൻറ്റിൻ്റെ ഒരു ക്യാപ്ചർ നമുക്കിവിടെ കിട്ടി. 150 പോയിൻറ്റിൻ്റെ ഒരു ക്യാപ്ചർ നമുക്കിവിടെ കിട്ടി. അപ്പം ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ നല്ല ഭയങ്കര ഫോളാണ്, വലിയ ഫോളാണ് എന്നും പറഞ്ഞ് ഇനി ഭീകരമായിട്ടുള്ള ഫോൾ വരും എന്ന് പറഞ്ഞ് ഈ പ്രീമിയം കൈപ്പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഭീകര നഷ്ടം ഉണ്ടായി കാണും. കാരണം ഇത്ര വലിയൊരു ക്യാൻഡിൽ വീണു. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ ഈ ഒരു വലിയ ക്യാൻഡിൽ വീണെങ്കിലും അതിന് 50% ഒരു ക്യാൻഡിൽ കട്ട് ചെയ്തു ഇല്ലേ. കട്ട് ചെയ്ത ശേഷം ചെറുതായിട്ട് വീണ്ടും കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം നേരെ ഒരു ബ്രേക്ക് ഔട്ടായിരുന്നു, അല്ലെങ്കിൽ നേരെ ഒരു ഹ്യൂജ് ബൈയിങ് ആയിരുന്നു ഇവിടെ നടന്നത്. ഏകദേശം ഒറ്റ അടിക്ക് തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 300-350 പോയിൻറ്റ് ഒറ്റ അടിക്ക് നേരെ മേലോട്ട് പോയി. 350 പോയിൻറ്റ്, മനസ്സിലായോ? അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിലുകളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ എന്താ സംഭവിച്ചത്? അപ്പം ഇനി അടുത്ത പ്രൈസ് ആക്ഷൻ പറയാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. ഈ ഒരു ക്യാൻഡിലിനെ ആശ്രയിച്ചാണ് നമ്മളൊരു ട്രേഡ് എടുത്തത്. ഇന്നലെ ഞാൻ പറഞ്ഞ ഇതേ സിനാരിയോ തന്നെയാണ് ഇവിടെ ട്രേഡ് എടുത്തുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഷോർട്ട് കവറിംഗ് ആണ്. ഈ ഷോർട്ട് കവറിങ്ങിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതായത് നമ്മുടെ
ഓപ്പൺ ഇൻട്രസ്റ്റിനകത്തിൽ ഞാൻ ഷോർട്ട് കവറിങ്ങിൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ഞാനത് ഇതിലൂടെ പിൻ ചെയ്തേക്കാം. ഇതിൻ്റെ ഐ ബട്ടണിൽ ഞാൻ പറ്റുമെങ്കിൽ ഇത് കൊടുത്തേക്കാം. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അതിനെപ്പറ്റി ഷോർട്ട് കവറിങ് വളരെ വിശദമായിട്ടാണ് പറഞ്ഞത്. എങ്കിലും ഇന്നത്തെ ഷോർട്ട് കവറിങ്ങിനെ പറ്റി ഞാൻ വളരെ ചുരുക്കമായിട്ട് ഞാനൊന്ന് പറയാം ഇവിടെ എന്താ സംഭവിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ വീണ് വരുക. ഓക്കെ, വീണപ്പോൾ എന്താ ആൾക്കാർ കണ്ടമാനം എന്ത് ചെയ്യും, പുട്ട് വാങ്ങിക്കും ഇല്ലേ? പുട്ട് ഞാൻ നിങ്ങളൊക്കെ ചെയ്ത കാര്യമായിരിക്കും ഇവിടെ ഇല്ലേ? മാർക്കറ്റ് വീണ് ഇവിടെ നമുക്ക് വീണ്ടും പുട്ടെടുക്കാം, ഇവിടെ വീണ്ടും പുട്ടെടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 24,000, 200 ഒക്കെ നിങ്ങൾ പുട്ടെടുത്താണ്. കാരണം എന്താ, ഹീറോ കളിക്കാൻ വേണ്ടി മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടിങ്ങനെ താഴോട്ട് വരും. അതുകൊണ്ട് നമുക്ക് നല്ല ഹ്യൂജ് ലാഭം കിട്ടും പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ എല്ലാം പുട്ട് വാങ്ങിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്, കോൾ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് എന്ത് ചെയ്യും, അവർ എന്ത് ചെയ്യും, ഇവിടെ കണ്ടമാനം കോൾ റൈറ്റ് ചെയ്യും. ഇതിനൊക്കെ ഇവിടെയൊക്കെ 24,400, 24,300 എന്ത് ചെയ്യും, ഇവിടെ കോൾ റൈറ്റ് ചെയ്യും. എന്തിനാണ്, മാർക്കറ്റ് താഴോട്ട് പോവാണ്. അപ്പം അങ്ങനെ അപ്പോൾ അവർക്ക് നല്ല പ്രീമിയം ഇവിടുന്ന് കിട്ടും. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇവർ സെല്ല് ചെയ്യും. ഓക്കെ, മാർക്കറ്റിനെ ബൈ ഫോഴ്സിൽ ഇതിനെ മേലോട്ട് കൊണ്ടുപോവുക. ഫസ്റ്റ് ക്യാൻഡിൽ വീണു. ഇപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നവരാണ് എന്ത് ചെയ്യും, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് മേളിൽ അല്ല ഈ ലൈനിലായിരിക്കും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ശരിയാണോ? ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്ത് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് നിങ്ങൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുന്നു. ഇത് നേരെ സാധനം ഒരു ക്യാൻഡിൽ വീണു. അപ്പം നമ്മളിങ്ങനെ പിരിമുറുക്കത്തിൽ നിൽക്കുകയാണ്. അടുത്ത വീണ്ടും ഒരു ഭീകര ക്യാൻഡിൽ വീണു. ഈ ഒരു ഭീകര ക്യാൻഡിൽ വീണപ്പം ഇവിടെ ബൈ ചെയ്തവരുടെ എല്ലാം, ഇവിടെ ഓപ്ഷൻ പി ബൈ ചെയ്തവരെല്ലാം ഇവിടെ എക്സിറ്റ് ആവും. പി എക്സിറ്റ് ആകുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, പി എക്സിറ്റ് ആകുമ്പോൾ അവിടെ ഒരു ബൈയിങ് പ്രഷറാണ് വരുന്നത് ഇല്ലേ? പി നമ്മൾ താഴോട്ടുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പി വാങ്ങിക്കുന്നത്. അപ്പം പി എക്സിറ്റ് ആകുമ്പോൾ സംഭവിക്കുന്നത് മാർക്കറ്റ് മേലോട്ട് പോകുന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നിങ്ങൾ വെച്ച സ്റ്റോപ്പ് ലോസുകളെല്ലാം ഇവിടെ അടിച്ചപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് മുകളിലോട്ട് പോകും. സ്റ്റോപ്പ് ലോസ് അടിക്കും തോറും മാർക്കറ്റ് എന്ത് ചെയ്യും, മേലോട്ട് കയറി പോകും. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ സെല്ല് ചെയ്തവരോ എന്താ സംഭവിക്കുന്നത്, ഓപ്ഷൻ സെല്ല് ചെയ്തവർ അവരിവിടെ ആയിരിക്കും. ഇവിടുന്ന് ഇപ്പോൾ താഴെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും അവരുടെ എസ് എൽ ഇരിക്കുന്നത് ഇല്ലേ? അപ്പോൾ ഇവിടെ ഒരു കോൾ റൈറ്റ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് നേരെ മേലോട്ട് കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പം ഇവിടുന്ന് എക്സിറ്റ് ആവും, കോൾ സെല്ല് ചെയ്ത് എക്സിറ്റ് ആവും. അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കുന്നത് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് നേരെ മേലോട്ട് പോകും. പിന്നെ ഈ FIS ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവരിങ്ങനെ ഒറ്റ ക്യാൻഡിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ മാർക്കറ്റിനെ മേലോട്ട് കൊണ്ടുവന്നത് എല്ലാ റീറ്റെയിലേഴ്സ് ആയിരിക്കും. കാരണം അവരുടെ കഴിക്കുന്ന സാധനം അവർ വിറ്റൊഴിവാകുന്ന അനുസരിച്ച് മാർക്കറ്റ് പിന്നെ മേലോട്ട് കൊണ്ടുവരിക്കും. ഇതാണ് ഷോർട്ട് കവറിംഗ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് പൊസിഷൻ ഒഴിവാകുന്നു, അല്ലെ ഷോർട്ട് പൊസിഷൻ അത് കവർ ചെയ്യുന്നതിനാണ് ഷോർട്ട് കവറിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊസിഷൻ നമ്മൾ എക്സിറ്റ് ആകും. അതിനാണ് ഷോർട്ട് കവറിംഗ്. അങ്ങനെ 1, 2, 3, 1000 ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരുപോലെ അങ്ങനെ എക്സിറ്റ് ആകുമ്പോൾ മാർക്കറ്റ് നേരെ എന്ത് ചെയ്യും, ബൈയിങ് പ്രഷർ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോകും. ഇതാണ് ഇന്നിവിടെ സംഭവിച്ചത്. അതിനുശേഷം മുകളിൽ ചെല്ലുമ്പോൾ അവർ അണ്ണന്മാർ വീണ്ടും എന്ത് ചെയ്യും, അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, നേരെ സാധനം താഴോട്ട് വരും. പിന്നെ നമ്മുടെ ആൾക്കാർ പുട്ട് സെല്ല് ചെയ്യും, പുട്ട് ബൈ ചെയ്യുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ തന്നെ പഴയ പണി തന്നെ വീണ്ടും കാണിക്കും. ഇതാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. ഓക്കെ, ഇങ്ങനെയാണ് ഷോർട്ട് കവറിങ് ഉണ്ടാകുന്നത്, അല്ലെ FIS പൈസ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ്. ഇതൊരു ഷോർട്ട് വിവരണമാണ്. ഇതിന് വലിയ മറിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ വളരെ ലളിതമായ രീതിയിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനിയിപ്പം നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ വരകളെല്ലാം കളഞ്ഞേക്കാം. ഞാനൊന്ന് പോസ് ചെയ്തിട്ട് ഈ വരയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ വരാം. ഒരു സെക്കൻഡ്, വരയൊന്ന് കളഞ്ഞോട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എപ്പോഴും ഒന്ന് പോസ് ചെയ്യുക. ഓക്കെ, വരയെല്ലാം ഞാൻ കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെഗ് എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ, മാർക്കറ്റ് നമ്മൾ വരച്ച അതേ കറക്റ്റ് 24,700 മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്ത് നമ്മൾ വരച്ച ലൈൻ അവിടെയാണ്. ഇനിയിപ്പോൾ ഫർദറായിട്ട് നാളെ എന്താ സംഭവിക്കുന്നത് നോക്കുക. ഇതാണ് ഇന്നലത്തെ ഹൈ. ഓക്കെ, ഇന്നത്തെ ഹൈ ഇതാണ്. മാർക്കറ്റ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്തെ ട്രേഡിംഗ് ആണ്. 24,708 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതാണ് അടുത്തൊരു ലോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈ ലോ. ഇവിടം വരെ മതി. ഓക്കെ, ഇതാണ് ലോ. അടുത്ത സെക്കൻഡ് ലോ ഇതാണ്. വളരെ വെരി സിമ്പിളാണ് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അടുത്ത ലോ ഇതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ മിനിറ്റ് നോക്കിക്കോട്ടെ. ഓക്കെ, ഇത് ഒരു ലോ ആയിട്ട് കണക്കാക്കാം. ഒരു വലിയ ലൈൻ വരയ്ക്കാം. ഇത് വേണമെങ്കിൽ ഇതൊരു ലോ ആയിട്ട് വരും. ഓക്കെ, ഇത് കറക്റ്റ് 2.
ഇത് റദ്ദാക്കിയേക്കാം, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഇത്രയാണ് താഴോട്ടുള്ള 24,200 വരെ വരാനുള്ള സാധ്യത നാളെ. തള്ളിക്കളയും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. 25,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 25,000. ഓക്കെ, കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല ഇവിടെ. 25,000. അപ്പം ഇനി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25, ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതാണ് അടുത്ത 25,216. അവിടം വരെ പോയാൽ മതി, അതിനപ്പുറം പോകണ്ട. പിന്നെ നമുക്ക് ബാക്കി പിന്നെ വരയ്ക്കാം. ഓക്കെ, 5 മിനിറ്റ് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം കാര്യങ്ങൾ വളരെ ക്ലിയറായി. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇവിടുന്ന് നേരെ അടുത്ത ടാർഗറ്റ് ഇത്, രണ്ടാമത്തെ ടാർഗറ്റ് ഈ ട്രെൻഡ് ലൈൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനുശേഷം അടുത്ത ടാർഗറ്റാണ് ഈ 25,216. ഇവിടം വരെ പോകാനുള്ള സാധ്യതയാണ്. നാളെ പോയാൽ, പറന്നാൽ ഇല്ല. റിസർവ് ബാങ്കിൻ്റെ MPC മീറ്റിംഗ് നാളെ ഉണ്ട്. ഇനി എന്തെങ്കിലും എതിരായിട്ട് ഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 24,700 നിന്ന് 525 വരെയുള്ളൊരു പോയിൻ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 578. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും. ഓക്കെ, ഇവിടുന്ന് ഇത്രയും. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് 2, മൂന്നാമത്തെ, അടുത്ത 4-മത്തെ. നമ്മുടെ താഴത്തെ ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇതാണ് താഴോട്ടുള്ള ടാർഗറ്റുകൾ. മുകളോട്ടുള്ള ടാർഗറ്റുകൾ ഇത്രയും. ഓക്കെ, അപ്പോൾ ഇതാണ് നാളെ നിഫ്റ്റിയുടെ ലെവലുകൾ. നിങ്ങൾ സൂക്ഷിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നു, ന്യായം പാലിച്ചവർ നല്ല പോലെ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. എത്ര പേരുണ്ട്? ഞാനിപ്പോൾ ലേറ്റസ്റ്റ് നോക്കിക്കോട്ടെ. 52 പേരിന്ന് ന്യായം പാലിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 10 പേർക്ക് ന്യായം പാലിച്ച് ലോസ് ഉണ്ടായുള്ളൂ. ഭീകര ലാഭം 5 പേര്, ഭീകര നഷ്ടം 15 പേരും. ഞാൻ ഈ പറഞ്ഞ പാർട്ടികളാണ്. ഈ ഭീകര ലാഭക്കാരെയും ഭീകര നഷ്ടക്കാരെയും ഞാൻ അതിനകത്ത് കൂട്ടുന്നില്ല. കാരണം നിങ്ങൾ ന്യായം പാലിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഭീകര ലാഭം കിട്ടിയാലും അത് ഈ പണി തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഇരട്ടി നാളെ പോകും. അതുകൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ താഴെ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ, ലൈവിൽ നിങ്ങൾക്ക് അവിടെയുള്ള അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.